ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ ജയദീപ് ജോസഫ് കൂടി ചേരുകയാണ്. അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും വിരമിച്ച ശേഷം അമേരിക്കൻ ഏവിയേഷൻ വകുപ്പിലെ സേഫ്റ്റി വിഭാഗം റെപ്രസെന്റേറ്റീവായി പ്രവർത്തിക്കുകയാണ്. ഫ്ലെയിം സ്കൂളൊക്കെ സ്വന്തമായി നടത്തുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനും സാധിക്കും. ശ്രീ ജയദീപ് ജോസഫ്, ഇപ്പോൾ പുറത്തു വരുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നുമാണ് അപകടത്തിന്റെ ഒരു വ്യാപ്തി, അത് എങ്ങനെയുണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ സാധാരണ ഉള്ള ആളുകളെക്കാൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന താങ്കൾക്ക് അല്പം കൂടി എന്തായിരിക്കാം ഇതിന്റെ കാരണം എന്നതുൾപ്പെടെ ചില സൂചനകളും വ്യക്തതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. എന്താണ് താങ്കൾ കരുതുന്നത്? ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ശ്രീ ജയദീപ് ജോസഫ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇപ്പോ ആക്സിഡന്റ് നടന്നിട്ട് വളരെ ചുരുക്കം സമയമായിട്ടുള്ളൂ. നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഈ ന്യൂസിൽ കൂടെ വരുന്ന ഇൻഫർമേഷനും വീഡിയോസും ഒക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് വെച്ച് നമുക്ക് പല കാര്യങ്ങളും ഊഹിക്കാനേ പറ്റുള്ളൂ ഈ സമയത്ത്. അതില് 5-6 കാര്യങ്ങള് പലരും പറഞ്ഞത് ആയിട്ട് അറിഞ്ഞിട്ട്, ഒന്ന്, ആ ടേക്ക് ഓഫ് ചെയ്തിട്ട്, ഈ 787 ഡ്രീം ലൈനർ എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് ആണിത്. അപ്പോ അത് ടേക്ക് ഓഫ് ചെയ്ത് ഏകദേശം ഒരു 500 അടി വരെ പൊങ്ങിയിട്ടുള്ളൂ. 500 അടി പൊങ്ങിയതിന് ശേഷം അത് വീഡിയോയിൽ ഞാൻ കാണുന്നത് അത് താഴോട്ട് വരുന്നതാണ്. താഴോട്ട് വരുന്നതെന്ന് പറഞ്ഞാല് അതിന്റെ എഞ്ചിന് ത്രസ്റ്റ് ഇല്ലാതെ, എഞ്ചിന് പവർ ഇല്ലാതെയോ അത് പൊങ്ങാൻ പറ്റാതെ താഴോട്ട് വരുന്നതാണ് വീഡിയോയിലൊക്കെ കാണുന്നതും ന്യൂസിൽ വായിച്ചിട്ടുള്ളതും. ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് അറിയാൻ പറ്റുള്ളൂ. ഇത് കാരണം ഇത് ഈ എഞ്ചിന് ത്രസ്റ്റ് ഇല്ലാതെ വരികയോ കുറഞ്ഞു വരികയോ വന്നതിന്റെ കാരണം പല കാരണങ്ങൾ കാണാം. ഒന്ന്, എഞ്ചിനകത്ത് എന്തെങ്കിലും കയറി ടേക്ക് ഓഫ് സമയത്ത് ഈ വല്ല പക്ഷികളോ അങ്ങനെയുള്ള സംഗതികൾ വല്ലോ കയറിക്കഴിഞ്ഞാൽ ആ എഞ്ചിന് ഡാമേജ് വരും. ആ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിന് ത്രസ്റ്റ്, ആ പുഷ് കിട്ടത്തില്ല, മുകളിലോട്ട് പൊങ്ങാനുള്ള പുഷ് കിട്ടത്തില്ല. അതൊന്ന്. രണ്ടാമത്തത്, ഏതെങ്കിലും സിസ്റ്റം ഫെയിൽ ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും സിസ്റ്റം ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പൊ ഈ 787 മാത്രമല്ല, ഇപ്പൊ ഉള്ള പല പുതിയ എയർക്രാഫ്റ്റുകൾക്കും എല്ലാം ഈ കമ്പ്യൂട്ടറൈസ് സിസ്റ്റംസ് ആണ്. അപ്പൊ ഈ കമ്പ്യൂട്ടറൈസ് സിസ്റ്റംസിൽ എന്തെങ്കിലും മാൽ ഫങ്ഷൻ വന്നാലും ഈ ത്രസ്റ്റ് വരാതെ വരും. ആ വീഡിയോസിൽ കാണുന്നത്, ഒന്ന്, ഈ എയർക്രാഫ്റ്റ് ത്രസ്റ്റ് കുറഞ്ഞിട്ട് താഴോട്ട് വരുന്നു. ആ സമയത്ത് പൈലറ്റ്സ് പറ്റുന്ന എല്ലാം ചെയ്ത് അതിന്റെ മുകളിലോട്ട് പൊങ്ങാൻ വേണ്ടി അതിന്റെ നോസ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്ലെയിനിന്റെ മുൻഭാഗം മുകളിലോട്ട് പൊങ്ങുന്നത് നമുക്ക് കാണാം. ആ താഴെ ഇടിക്കുന്നത് വരെ അതിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ പൈലറ്റ്സ് അതിനിടയ്ക്ക് ഒരു മേഡേ കോളും ചെയ്തു. മേഡേ കോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് റേഡിയോയിൽ അവർ പറഞ്ഞ മേഡേ എന്ന്. ആ മേഡേ പറഞ്ഞ് ബാക്കി എന്ത് കാര്യത്തിനാണ് ഈ മേഡേ പറഞ്ഞത് എന്ന് തന്നെ പറയാനുള്ള സമയം കിട്ടിയില്ല അവർക്ക്. എല്ലാം കൂടി ഒരു 30 സെക്കൻഡ് മാത്രമേ, 30 സെക്കൻഡ് പോലും ഉണ്ടാകുമെന്ന് അറിയില്ല. 30 സെക്കൻഡ് മാത്രമേ പ്ലെയിൻ റൺവേ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് എയർബോൺ ആയിട്ടുള്ളൂ. ആ ഒരു 500 അടി 600 അടിയിൽ തന്നെ അത് മാക്സിമം പൊങ്ങിയിട്ട് താഴോട്ട് വന്നു. ഏകദേശം സ്പീഡ് 175 നോട്ട്സ് സ്പീഡ് വരെ എത്തിയിട്ടുള്ളൂ ടേക്ക് ഓഫ് കഴിഞ്ഞ്. ഈ ടേക്ക് ഓഫ് ചെയ്യാൻ തന്നെ, ആ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ തന്നെ ഫുൾ ലോഡാണെങ്കിൽ ഏകദേശം 140 മുതൽ 170 നോട്ട് സ്പീഡ് വരെ വന്നാലേ ആ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. അപ്പൊ ആ സ്പീഡ് എത്തി, പക്ഷെ അതിന് മുന്നോട്ട് ആ സ്പീഡ് ബിൽഡ് ചെയ്ത് ആണ് അത് ക്ലൈംബ് ചെയ്യുന്നത്, മുകളിലോട്ട് പോകുന്നത്. അപ്പൊ അതിനുള്ള ത്രസ്റ്റ് ഇല്ലാത്തത് കാരണം അത് 174 നോട്ട്സ് വരെ പോയിട്ടുള്ളൂ എന്നാണ് നമുക്ക് ഡേറ്റ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതിലെ പല കാര്യങ്ങളും അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴും മനസ്സിലാകും. അപ്പോൾ അതിന് കുറെ നാളെടുക്കും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു വരാൻ. ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്കിപ്പോ ഉള്ളത്. അതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഓരോരുത്തർ ഇങ്ങനെ ന്യൂസിൽ എഴുതുന്നതും അതും സ്പെക്കുലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സമയത്ത്. ഇതിനി മാസങ്ങൾ എടുക്കും ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഇതിന്റെ കറക്റ്റ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ. ഈ എഞ്ചിൻ ത്രസ്റ്റ് കിട്ടാത്തോ അത് മുകളിലോട്ട് പോകാത്തതിന്റെ കാരണം പല കാരണങ്ങൾ കൊണ്ടാകാം.